പ്രവാസലോകത്തെ വാർത്തകൾ. ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം അവതരിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. 17,500 കോടി ഡോളറാണ് പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള സ്വപ്ന പദ്ധതിയായ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം 3 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 2029 തന്റെ രണ്ടാം സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിനു മുൻപ് ഗോൾഡൻ ഡോം പൂർത്തിയാക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ബഹിരാകാശത്ത് നിന്ന് വിക്ഷേപിക്കുന്നതുൾപ്പെടെയുള്ള മിസൈലുകളെ പോലും തടയാൻ സാധിക്കുന്നതാണ് ഗോൾഡൻ ഡോം. കരയിൽ നിന്നോ ബഹിരാകാശത്തു നിന്നോ മിസൈലുകൾ വിക്ഷേപിച്ചാലുടൻ അവ ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും നശിപ്പിക്കാനും ഗോൾഡൻ ഡോമിന് സാധിക്കും. ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ നിന്നും മുഴുവൻ US-നെയും പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു മൾട്ടി ലെയർഡ് ഷീൽഡാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നത്. പുതിയ ബജറ്റ് ബില്ലിൽ പ്രാരംഭ തുകയായി 2,500 കോടി ഡോളർ പദ്ധതിക്ക് വേണ്ടി നീക്കിവച്ചിട്ടുണ്ട്. എന്നാൽ സങ്കീർണതകൾ കാരണം ഇതിലും കൂടുതൽ ചെലവ് വരുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ആകെ ചെലവ് 17,500 കോടി ഡോളറാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിലെ ബാങ്കുകൾ മിനിമം ബാലൻസ് തുക 5,000 ദിർഹമായി ഉയർത്തുന്നു. ജൂൺ 1 മുതൽ പുതിയ നിബന്ധന പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തെ ചില ബാങ്കുകൾ ഇതിനകം തന്നെ ഈ നിരക്കുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സെൻട്രൽ ബാങ്കിന്റെ വ്യക്തിഗത വായ്പാ ചട്ടങ്ങൾ പ്രകാരമാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന 3,000 ദിർഹത്തിൽ നിന്ന് 5,005 ദിർഹമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മിനിമം ബാലൻസ് നിലനിർത്തുന്നതിൽ പരാജയപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് 25 ദിർഹം പിഴ ചുമത്തും. 25 ദിർഹത്തിന്റെ മിനിമം ബാലൻസ് ഫീസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് ക്രെഡിറ്റ് കാർഡോ വ്യക്തിഗത ലോണോ ഉണ്ടായിരിക്കണമെന്ന് ബാങ്കുകൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. 20,000 ദിർഹമോ അതിൽ കൂടുതലോ മൊത്തം ബാലൻസ് നിലനിർത്തുന്ന ഉപഭോക്താക്കൾ, 15,000 ദിർഹമോ അതിൽ കൂടുതലോ പ്രതിമാസ ശമ്പളം കൈമാറ്റമുള്ളവർ, 5,000 ദിർഹത്തിനും 14,999 ദിർഹത്തിനുമിടയിൽ പ്രതിമാസ ശമ്പള കൈമാറ്റമുള്ളവർ, ക്രെഡിറ്റ് കാർഡ്, ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം അല്ലെങ്കിൽ വായ്പ എന്നിവയുള്ള ഉപഭോക്താക്കൾ എന്നിവർക്ക് ഫീസ് ഒഴിവാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിലെ പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഇനി സഹേൽ ആപ്പ് വഴി. സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇലക്ട്രോണിക് സേവനങ്ങൾക്കായുള്ള സർക്കാർ ഏകീകൃത ആപ്ലിക്കേഷനായ സഹേൽ ആപ്പ് വഴി ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് സേവനം ആരംഭിച്ചു. ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത്. ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിന് ആവശ്യമായ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതുന്നതിന് പൗരന്മാർക്കും താമസക്കാർക്കും അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ ഈ സേവനം അനുവദിക്കുന്നുവെന്ന് മന്ത്രാലയത്തിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ അറിയിച്ചു. സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലാകുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് ഓഫീസുകൾ കയറിയിറങ്ങേണ്ട എന്നത് രാജ്യത്തെ താമസക്കാർക്ക് സൗകര്യപ്രദമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിലെ ആദ്യത്തെ പറക്കും ടാക്സിയുടെ പരീക്ഷണ ഓട്ടം ജൂലൈയിൽ തുടങ്ങും. 3 കിലോമീറ്റർ വരെ ഉയരത്തിലാകും ഫ്ലൈയിംഗ് ടാക്സി പറക്കുക. വർഷാവസാനത്തോടെ സേവനം പൂർണ്ണതോതിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് അൽ ഐനിൽ പരീക്ഷണപ്പറക്കൽ നടത്തുന്നത്. അബുദാബി ക്രൂയിസ് ടെർമിനൽ ഹെലിപ്പാഡിനെ ഹൈബ്രിഡ് ഹെലിപ്പോർട്ടാക്കി മാറ്റുന്നതിനുള്ള രൂപകൽപ്പനയ്ക്ക് GCCA അംഗീകാരം നൽകിയിട്ടുണ്ട്. പുതിയ സംവിധാനം ദുബായിക്കും അബുദാബിക്കും ഇടയിലുള്ള 2-3 മണിക്കൂർ യാത്രാസമയം വെറും 15-നും 20 മിനിറ്റിനും ഇടയിൽ കുറയ്ക്കും. നഗരത്തിനുള്ളിലെ സേവനത്തിന് കുറഞ്ഞത് 300 ദിർഹമാണ് നിരക്ക്. ആർച്ചർ ഏവിയേഷനാണ് ഈ പദ്ധതിയുടെ ചുമതല. ഈ വർഷം അവസാനത്തോടെ അബുദാബിയിൽ പറക്കും ടാക്സി ആരംഭിക്കുക എന്നതാണ് ലക്ഷ്യം. ആർച്ചറിന്റെ ആപ്പ് അല്ലെങ്കിൽ അബുദാബി സർക്കാർ നൽകുന്ന ആപ്പ് വഴി ടാക്സി ബുക്ക് ചെയ്യാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ പൊതു ഇടങ്ങളിൽ പുകവലിച്ചാൽ 1000 ദിനാർ വരെ പിഴ. പരിസ്ഥിതി നിയമങ്ങൾ കർശനമാക്കി കുവൈത്ത്. പൊതു ഇടങ്ങളിലെ പുകവലി നിയന്ത്രിക്കുന്നതിൽ പരിസ്ഥിതി വകുപ്പ് ജാഗ്രത പുലർത്തുന്നു. അടച്ചിട്ട വാണിജ്യയിടങ്ങളിൽ പുകവലിക്കുന്നതിന് 500 ദിനാർ വരെ പിഴ ചുമത്തും. അതേസമയം പാർക്കിംഗ് സ്ഥലങ്ങളിലും വിമാനത്താവളങ്ങളിലും പുകവലിക്കുന്നതിന് സമാനമായി പിഴയുണ്ടാകും. പുകവലി അനുവദിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 1000 ദിനാർ വരെ പിഴ ചുമത്തും. മാളുകൾ, വിമാനത്താവളങ്ങൾ തുടങ്ങിയ അടച്ചിട്ടതും പകുതി അടച്ചതുമായ സ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിയമലംഘനമായി കണക്കാക്കപ്പെടുന്നു. പുകവലിക്കാർക്ക് 50 മുതൽ 500 ദിനാർ വരെ പിഴ ചുമത്തും. നിയുക്തമല്ലാത്ത സ്ഥലങ്ങളിൽ സിഗരറ്റ് കുറ്റികൾ ഉപേക്ഷിക്കുന്നവർക്കും മാലിന്യം വലിച്ചെറിയുന്നതിന് 500 ദിനാർ വരെ പിഴ ചുമത്താം. പരിസ്ഥിതി നിയമം ലംഘിക്കുന്നവരെ പിടികൂടുന്നതിന് പരിസ്ഥിതി പോലീസ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ച് ശ്രമങ്ങൾ ശക്തമാക്കുകയാണെന്ന് പരിസ്ഥിതി സംരക്ഷണ വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ അൽ ഫറാജ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.